ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബുർജിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മളിപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി എന്നിവ എല്ലാം നല്ലതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പം ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ചെറിയൊരു ചോപ്പറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും ടൈമെല്ലാം കൂടെ കുറച്ചും കൂടെ ലാഭിക്കാനായിട്ട് പറ്റും. അത് കാരണം ഞങ്ങളിങ്ങനെ എടുത്തു. പിന്നെ ആണെങ്കിൽ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പാനെല്ലാം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇടുക. കടുക് നല്ല രീതിക്ക് തന്നെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളുണ്ടല്ലോ, അതായത് നമ്മുടെ സവോളയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. യൂഷ്വലി എല്ലാ ഒരു ഹോസ്റ്റലേഴ്സും ഇങ്ങനെയൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുക. ആരും തന്നെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നതൊന്നും ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ്. ഈസി ആയിട്ടൊരു മുട്ട ബുർജി, അതാണ് ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പോൾ ചോറെല്ലാം കഴിക്കാൻ വേണ്ടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ബുർജിയാണിത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഒരുവിധം നല്ല രീതിക്ക് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയത്തില്ല എന്തൊക്കെ മസാലകളാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പണ്ട് കണ്ട ഒരു വീഡിയോസും എല്ലാമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പം ഞാനും എൻ്റെ റൂമിൽ വേറൊരു ചേച്ചി, രേവതി ചേച്ചി, അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ്. കുറച്ച് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല, അതിനുശേഷം കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പൊടികൾ. അപ്പം എരിവൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുളക് പൊടീൻ്റെയും അതുപോലെ കുരുമുളക് പൊടീൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പച്ചമുട്ട ഇതുപോലെ ഉടച്ചിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് സമയം എടുക്കും, അതായത് കുറച്ചൊന്ന് വെന്ത് വരാൻ വേണ്ടി നിൽക്കും. അത് കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബാക്കി ഇതിനൊക്കെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നത്. മിക്സ് നല്ലപോലെ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേകാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാകം അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും അതുപോലെ ബാക്കി മസാലപ്പൊടി, ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ എഗ്ഗ് ബുർജി ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയായിരുന്നു ഞങ്ങളിതുണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഡിന്നറിന് ഉണ്ടായിരുന്നത് ചോറ്, മോരുകറി, ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ, ഇറച്ചി ഉണക്കിയത്, ആപ്പിൾ അച്ചാർ, ഉണക്കമാങ്ങ ചമ്മന്തി, അതുപോലെ മുട്ട ബുർജി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.